ഫോറസ്റ്റ് ഫയർ ആണോ ഇനിയിപ്പം പോകാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ഐ ഹാവ് ടു ഗോ ബാക്ക്. Good evening guys, it's Cookie Nomad here. Welcome to another video. In a Sunday evening, almost at 5 o'clock in date 6th of April. കുറേ നാളെ റൈഡ് പോയിട്ട് ഒരു 3 ആഴ്ചയോളായി ഒരു പ്രോപ്പർ റൈഡ് പോയിട്ട് 3 ആഴ്ച പേര് പ്രോപ്പർ റൈഡ് പോയിരുന്നു. പക്ഷേ ടുഡേ വി ആർ ഗോയിങ് ഫോർ എ സ്മോൾ റൈഡ്. ഐ കാണ്ട് ഈവൻ സേ ഇറ്റ്സ് എ റൈഡ്. കുഞ്ഞു റൈഡ് റൈഡ് പോകുന്നതിന് വേറെ ഉദ്ദേശം കൂടുന്നുണ്ട്. ഞാൻ എൻ്റെ ഹെൽമെറ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു ഫ്രം LS ടു FF350 ടു SMKയുടെ ടൈഫൂൺ എന്ന് പേരുള്ള ഒരു ബ്രാൻഡ് മോഡലിലേക്കാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തത്. ഇറ്റ്സ് ക്വൈറ്റ് വെൽ. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10-50 കിലോമീറ്റർ അടുത്തോളം ഓടിച്ചു. എനിക്ക് തോന്നുന്നു എയർ ഇൻസ്റ്റലേഷനും വിൻഡ് ഇൻസ്റ്റലേഷനൊക്കെ ബെറ്ററാണ് പഴയതിന് കഴിഞ്ഞു. പിന്നെ കുറച്ചുകൂടി ഫീച്ചേഴ്സും കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് ഡബിൾ വൈസർ, ടിൻറ്റഡ് വൈസർ എന്താ പറയുക, അത് പിന്നെ നമുക്ക് കുറച്ചുകൂടി എയറോഡൈനാമിക്കലി ബെറ്ററാന്ന് തോന്നുന്നു. പിന്നെ ഡീറിംഗ് ഉണ്ട്, നോർമൽ ലോക്കല്ല. പിന്നെ സ്പീക്കർ വയ്ക്കാനുള്ള ചെറിയൊരു ഹോള്, പിന്നെ ചിൻ കേർട്ടൺ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ 2 റീസൺസ്, റൈഡ് ആൻഡ് ഹെൽമെറ്റ് റിവ്യൂ രണ്ടും കൂടിയാണിത്. ഇപ്പോൾ നമ്മൾ റൈഡിൻ്റെ കാര്യം പറഞ്ഞില്ല. റൈഡ് പോകുന്നത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 60 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത്, 55 to 60 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് ദൂരത്തിലുള്ള നന്ദി ഹിൽസിനെ പറ്റി എല്ലാവർക്കും അറിയും. പക്ഷേ നന്ദി ഹിൽസിൻ്റെ തൊട്ടടുത്ത് തന്നെ നന്ദി ഭോഗേശ്വര എന്ന് പേരുള്ള ഒരു ടെമ്പിളുണ്ട്. നന്ദി തന്നെയാണ് അവിടുത്തെ പ്രതിഷ്ഠയൊക്കെ. ബ്യൂട്ടിഫുൾ ടെമ്പിൾ. ഞാൻ പിക്ചേഴ്സും റിവ്യൂ ഒക്കെ നോക്കിയപ്പം റിയലി ഗുഡ്. സോ ഐ തോട്ട് ഐ വിസിറ്റ് ദെയർ. അപ്പം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി 5 o'clock ആയി നേരത്തെ പറഞ്ഞതുപോലെ. സോ ദാറ്റ്സ് റൈറ്റ്. അപ്പം നമ്മൾ പോകുന്നത് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് തിരുപ്പതി പോകുന്ന ഹൈവേയിലേക്ക് തിരിഞ്ഞതിന് ശേഷം അവിടുന്ന് സ്ട്രെയിറ്റ് പോയി ഹൊസ്കോട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടുന്ന് ഹൊസ്കോട്ടയിൽ നിന്ന് നമ്മൾ ദേവനഹള്ളി എയർപോർട്ടിലേക്കുള്ള ഒരു ഇപ്പം എന്താ പറയുക, ഒരു എക്സ്പ്രസ് വേ ഉണ്ട്, ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ. ആ എക്സ്പ്രസ് വേയിലൂടെ പോയിട്ട് വേണം നമുക്ക് എത്താനായിട്ട്. ഓക്കെ ലെറ്റ്സ് റൈറ്റ്. നമ്മുടെ ഇപ്പം ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേയിലേക്ക് കയറുവാണ് കേട്ടോ. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കാണുന്നത് ദേവനഹള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ഒക്കെ ഒരു ഏരിയ. ദേവനഹള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട്, പിന്നെ നമ്മുടെ നന്ദി ഹിൽസ്, അതൊക്കെ ഈ ദേവനഹള്ളി ഏരിയ പെടുന്നതാണ് കേട്ടോ. നമ്മളവിടത്തേക്കുള്ള ഹൈവേയിൽ കയറി. ഈ ഹൈവേ സ്ട്രെയിറ്റ് ഹൈവേ ആണ്. ഇത് ബാംഗ്ലൂർ ചെന്നൈ ഹൈവേ ആണ്. കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇനി ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു ക്ലോസ് ടു 25-30 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹൈവേയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നന്ദി ഹിൽസിലേക്കുള്ള ചെറിയ റോഡ് എടുത്ത് അവിടുന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് സ്ട്രെയിറ്റ് റോഡ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഒരു 1/2 hour to 40 minutes ഒരു സ്ട്രെയിറ്റ് റോഡ് തന്നെ. ലെറ്റ്സ് സീ. പെർഫെക്റ്റ് പ്ലേസ് ടു ടെസ്റ്റ് ദ ഹെൽമെറ്റ് ഐ തിങ്ക്. അയ്യോ, ടോൾ ഹൈവേ ഒന്ന് ഡീവിയേഷൻ എടുക്കാൻ ടൈമായി കേട്ടോ. ഇതാണ് നമുക്ക് എടുക്കാനുള്ള ഡീവിയേഷൻ. പിന്നെ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ ഹൈദരാബാദൊക്കെ പോകുന്ന റൂട്ടാണ്. നമ്മുടെ ഇവിടുന്ന് ഡീവിയേഷൻ എടുത്ത് നന്ദി ഹിൽസിൻ്റെ ആ ഒരു ജംഗ്ഷനിലെത്തി അവിടുന്ന് വേണം പിന്നെ ഡീവിയേഷൻ എടുക്കാനായിട്ട്. സിമ്പിൾ. നമുക്ക് നന്ദി ഹിൽസിൻ്റെ അവിടെ വരെ പോകണ്ട. ഇവിടുന്ന് ലെഫ്റ്റ് ഡീവിയേഷൻ എടുത്തതിന് ശേഷം കുറച്ച് ദൂരം പോയതിന് ശേഷം പിന്നെ ഡീവിയേഷൻ എടുക്കണം. ഇനി അങ്ങോട്ട് ഇതേപോലത്തെ റോഡാട്ടോ, ഭയങ്കര രസമുള്ള റോഡ് അങ്ങോട്ടേക്ക്. ഇനി 1 way ഒന്നുമല്ല, പക്ഷേ ഭയങ്കര രസം ഈ റോഡ്. കാരണം കണ്ടില്ലേ, 2 സൈഡിലും മരങ്ങളും ഇങ്ങനെ കവർ ചെയ്തിട്ട് നമ്മൾ ഏറ്റവും ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെ ഒരു നല്ല ഷെയ്ഡാണ് ഈ ഏരിയയിൽ.
നന്ദി ഹിൽസിലേക്ക് തിരിയുന്ന ഡീവിയേഷൻ എത്തിട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാലാണ് നന്ദി ഹിൽസ്. നമുക്ക് പോകാനുള്ളത് റൈറ്റ് സൈഡാണ്. ഈ റൂട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ്. അവിടുത്തെ ലെഫ്റ്റ് തിരിഞ്ഞ് നോർമലി നന്ദി ഹിൽസ് ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ആദ്യമായിട്ടാണ്. ലെറ്റ്സ് എക്സ്പ്ലോർ. നോക്കാം, നമുക്ക് കുറച്ചുകൂടി പപ്പി 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 പപ്പി. ഇതവിടെ കത്തിപ്പോന്നാണോ കത്തിച്ചാണോ? ഇത് കാണുന്നുണ്ടോ? ഫോറസ്റ്റ് ഫയർ ആണോ ഇനിയിപ്പം വേറെ വല്ലതാണോ എന്നറിയില്ല. നമ്മൾ ഏതോ ഒരു ചെറിയൊരു അങ്ങാടിയിൽ എത്തിയിട്ടോ. സ്ഥലത്തിൻ്റെ പേരൊന്നും ഒരു ഐഡിയ ഇല്ല. എത്തി കേട്ടോ നമ്മൾ. ഇതുകൊണ്ട് നമ്മൾ അമ്പലത്തിനകത്ത് കയറിയിട്ടോ. ഇനി ഇവിടെ ഏതൊക്കെ ഏരിയയിൽ എത്രത്തോളം വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഭയങ്കര പീസ്ഫുള്ളായി ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകാൻ കേട്ടോ. ഇവിടെ പറകിൽ രഥമൊക്കെ കാണുന്നില്ലേ? ഹ്യൂമങ്കസ് ആയിട്ടുള്ള രഥമുണ്ട്. പിന്നെ അത് പൂജയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ചപ്പലൊക്കെ ഊരിയിട്ട് പ്രോപ്പർ ഒരു അമ്പലത്തിൽ പോകുന്ന പോലെ തന്നെയാണ്. ഉള്ളിൽ പോയിട്ട് നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ ശിവഭഗവാന്റെ ടെമ്പിളാണിത്. ഡേറ്റി ശിവഭഗവാനാണ്. ചിക്കബല്ലാപൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ അമ്പലം ഉള്ളതെങ്കിലും നമ്മൾ എന്താ പറയുക, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം പേർക്ക് അറിയത്തില്ല. നമ്മളെ നന്ദി ഹിൽസിനടുത്ത് തന്നെയുള്ള ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് എല്ലാവർക്കും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ നാട്ടിലേക്ക് അമ്പലത്തിൽ പോയി അതേ ഒരു വൈബ്. എന്താ പറയുക, അവിടെ ദാസേട്ടൻ്റെ പാട്ട്, പിന്നെ ഒരു ഭയങ്കര കൂൾ ബ്രീസ്, പിന്നെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാർ വന്ന എല്ലാവരും ഉണ്ടല്ലോ. വെനെവർ വി സീ ഈച്ച് അതർ എല്ലാവരും ഭയങ്കര സ്മൈലിങ് ഫേസ്, എല്ലാവരും ഭയങ്കര ഹാപ്പി ആൻഡ് പ്ലസൻ്റ് ഒരു മൂഡിലാണ് ഇവിടെ ഉള്ള എല്ലാവരും. ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ആയിട്ട് ഞാൻ അങ്ങോട്ടോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സന്ധ്യയായി വരുന്നു, ഇരുട്ട് ആയി വരുന്നു. അമ്പലത്തിന് ചുറ്റും വലിയൊരു ഗ്രൗണ്ടുണ്ട്, വലിയ മൈതാനം. പിന്നെ അതിന് അമ്പലത്തിന് മുമ്പിലായിട്ട് നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഒരു ആൽത്തറയും അവിടെ ചെറിയൊരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. അമ്പലത്തിന് മുമ്പിലായിട്ട് ചെറിയൊരു കുളമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഞാനോട് ഇവിടെ ഇരുന്ന് പോകാൻ തോന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ഹാവ് ടു ഗോ ബാക്ക്. നമുക്ക് കുറച്ച് നേരം ഇരുന്ന് കൂളായതിനു ശേഷം നമുക്ക് തിരിച്ചു പോകാനുള്ള പ്ലാൻ ചെയ്യാം. നോക്കട്ടെ.